അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് യാസീനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും എന്ന വീഡിയോയുടെ 4-ാം ഭാഗമായ ഇതിൽ കൂടുതൽ മുഖവുരയില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وإذا قيل لهم, അവരോട് പറയപ്പെട്ടാൽ, തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, മാ ബൈന ഐദീക്കും, നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം, വമാ ഖൽഫക്കും, നിങ്ങളുടെ പിമ്പിലുള്ളതും നിങ്ങൾ സൂക്ഷിക്കണം, ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് വെച്ചാൽ പരലോക ജീവിതം, പിമ്പിലുള്ളത് നിങ്ങൾ ചെയ്ത പാപങ്ങൾ, ഇത് രണ്ടിനെയും നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. അങ്ങനെ ഭയപ്പെട്ടാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാമെന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പിന്തിരിഞ്ഞു കളയും. വമാ തഅ്തീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. വമാ തഅ്തീഹിം, അവർക്ക് വന്നിട്ടില്ല, മിൻ ആയത്തിൻ, ഒരു ദൃഷ്ടാന്തവും, മിൻ ആയാത്തി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തവും, ഇല്ലാ കാനു അൻഹ, അതിനെ തൊട്ട് അവരായിട്ടല്ലാതെ മുഅ്രിദീൻ, പിന്തിരിഞ്ഞ് കളിയുന്നവർ. തങ്ങളുടെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർക്ക് എന്ത് ദൃഷ്ടാന്തം വരുമ്പോഴും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തിരുന്നത്. പിന്തിരിഞ്ഞിട്ടല്ലാതെ ഒരു ദൃഷ്ടാന്തവും അവർക്ക് വന്നിട്ടില്ല എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുതീമു മല്ലു യശാഉല്ലാഹു അത്അമഹു ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. ഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയും, ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകളോട് പറയും, അനുതീമു മല്ലൗ യശാഉല്ലാഹു അത്അമ, അള്ളാഹു ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ, ഇൻ അൻതും, നിശ്ചയമായും നിങ്ങൾ, ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ, ആ സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയും, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ തന്നെ ഭക്ഷണം കൊടുക്കാമായിരുന്ന ഒരു കൂട്ടർക്ക്, അല്ലെങ്കിൽ അള്ളാഹു ഭക്ഷണം കൊടുക്കാത്ത ഒരു വിഭാഗത്തിന് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ, നിങ്ങൾ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണ്. യഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. വയഖൂലൂന, അവർ പറയും, മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദാന ദിവസം, നിങ്ങൾ പറയുന്ന ഈ വാഗ്ദാനം എപ്പോഴാണ്, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. യഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക എന്നവർ ചോദിക്കുന്നു. മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. മാ യൻദുറൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല, ഇല്ലാ സ്വൈഹത്തൻ വാഹിദ,
ഒരു ഭയങ്കര ശബ്ദമല്ലാതെ തൗഹുദുഹും അതവരെ പിടികൂടും. എങ്ങനെയാ പിടികൂടുക? വഹും യഹ്സിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കാൻ. ഒരു ഭയങ്കര ശബ്ദമല്ലാതെ അവർ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരന്യോന്യം തർക്കിച്ചു കൊണ്ടിരിക്കെ അതവരെ പിടികൂടുന്നതാണ്. ഫലാ യസ്തതീഊന തൗസിയത്തൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഫലാ യസ്തതീഊന തൗസിയത്തൻ, ഫലാ യസ്തതീഊന, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല, തൗസിയത്തൻ, എന്തെങ്കിലും വസിയത്ത് ചെയ്യാൻ, ഇലാ അഹ്ലിഹിം, അവർ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങി ചെല്ലുകയുമില്ല. അപ്പോൾ എന്തെങ്കിലും വസിയത്ത് ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല, തങ്ങളുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങി ചെല്ലുകയുമില്ല എന്നതാണ് ഈ ആയത്തിൻ്റെ മുഴുവനായ അർത്ഥം. കാഹളത്തിൽ ഊതപ്പെടും, ഫൈദാഹും, ആ സമയത്ത് അവരെല്ലാവരും, മിനൽ അജിദാസി, ശവക്കുഴികളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, തങ്ങളുടെ നാദങ്കലേക്ക്, യൻസിലൂൻ, ധൃതിപ്പെട്ടു പോകുന്നു. വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജിദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടും, അന്നേരം അവരതാ കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാദങ്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്നു. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖാലൂ, അവർ പറയും, യാ വൈലനാ, എന്തൊരു നാശം, മൻ ബഅസനാ മിൻ മർകദിനാ, ഞങ്ങൾ ഈ ഉറങ്ങിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? ഹദാ മാ വഅദർ റഹ്മാൻ, ഇത് കരുണാനിധിയായ അള്ളാഹുവിൻ്റെ വാഗ്ദാനവും, അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യവും, വസദഖൽ മുർസലൂൻ, ദൂതന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ സത്യം പറഞ്ഞിട്ടുള്ള, എത്തിച്ചു കൊടുക്കുന്ന എല്ലാവരെയും, ഇവിടെ നബിമാർ എന്ന രൂപത്തിലല്ല ഉപയോഗിച്ചത് എന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. എത്തിച്ചു കൊടുക്കുന്ന എല്ലാവരും അവർ സത്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. എന്ത്? ഈ കാഹളത്തിലുള്ള ഊത്തും, അപ്പം ഈ കൊഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്കുള്ള ഓട്ടവും. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അവർ പറയും, എന്തൊരു നാശം, ഉറങ്ങിക്കിടന്നിടത്ത് നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് കരുണാനിധിയായ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ദൂതന്മാർ സത്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. ഇൻകാനത്, നിശ്ചയം അതായിരിക്കുന്നു, ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരിക്കും. ഫൈദാഹും, അന്നേരത്ത് അവർ, ജമീഉൻ, മുഴുവൻ പേരും, ലദൈനാ മുഹ്ദറൂൻ, നമ്മുടെ പക്കൽ ഹാജരാക്കപ്പെടുന്നു. അത് ഒരേ ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരിക്കും. അപ്പോഴത് അവരെല്ലാം നമ്മുടെ പക്കൽ ഹാജരാക്കപ്പെടുന്നു. فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ. ഫൽയൗമ, ഇന്നത്തെ ദിവസം, ലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, ഒരു ശരീരവും ഒട്ടും തന്നെ അനീതി ചെയ്യപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല. വലാ തുജ്സൗന, ഒരാൾക്കും പ്രതിഫലം നൽകപ്പെടുകയില്ല. ഇല്ലാ മാ കുന്തും തഅ്മലൂൻ,
വലാ തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇല്ലാമാ കുന്തും തഅമലൂൻ നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കല്ലാതെ. വൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈആ വലാ തുജ്സൗന ഇല്ലാമാ കുന്തും തഅമലൂൻ. ഇന്ന് ആരോടും തീരെ അനീതി ചെയ്യപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല ഒരാളും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതല്ല എന്ന് അവരോട് പറയപ്പെടും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്ന നിശ്ചയം സ്വർഗത്തിൻ്റെ അസ്ഹാബുമാർ അനുയായികൾ, അല്യൗമ ഇന്നത്തെ ദിവസം, ഫീ ശുഗ്ലിൻ ചില ജോലികളിൽ, ഫാക്കിഹൂൻ സന്തോഷം കൊള്ളുന്നവരായിരിക്കും. തീർച്ചയായും സ്വർഗക്കാർ അന്ന് മഹത്തായ ചില ജോലികളിൽ വ്യാപൃതരും സന്തോഷം കൊള്ളുന്നവരുമായിരിക്കും. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഹും അവരും, വ അസ്വാജുഹും അവരുടെ ഇണകളും, ഫീ ദിലാലിൻ തണലുകളിൽ, അലൽ അറായിക്ക് അലങ്കൃതമായ മെത്തകളിലും, മുത്തഖിഊൻ ചാരിയിരിക്കുന്നവരായിരിക്കും. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ അവരും അവരുടെ ഇണകളും തണലുകളിലും അലങ്കൃതമായ ചില മെത്തകളിലും ചാരി ഇരിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം? ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസത്തെ വിചാരണയും കഠിനമായ ചൂടും അസഹ്യമായ വിശപ്പും ദാഹവുമെല്ലാം സഹിച്ച് പൊരിവെയിലത്ത്, അതായത് തലക്ക് മുകളിൽ സൂര്യൻ ഉദിച്ച് കത്തി നിൽക്കുമ്പോൾ, വേർപ്പിൽ കുളിച്ച് നിൽക്കുമ്പോൾ, ഇവർ, അതായത് സ്വർഗത്തിൻ്റെ ആളുകൾ, സന്തോഷത്തോടു കൂടി തണലുകളിലും മെത്തകളിൽ സുഖിക്കുന്നവരുമായിരിക്കുമെന്നാണ് ഈ വചനങ്ങൾ, ഈ ആയത്ത് നമ്മെ പരിചയപ്പെടുത്തുന്നത്. ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ. ലഹും ആ സ്വർഗത്തിൻ്റെ ആളുകൾക്ക് ഉണ്ട്, ഫീഹ അവിടെ, എവിടെ? സ്വർഗത്തിൽ, ഫാകിഹത്തുൻ പഴങ്ങളുണ്ട്, വലഹും അവർക്കുണ്ട്, മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നത് എന്തും. അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, അവർ എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം അവർക്കവിടെ ഉണ്ടാകും. സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം. സലാമുൻ ഖൗലൻ, സലാമുൻ രക്ഷ അല്ലെങ്കിൽ സമാധാനം, ഖൗലൻ വാക്ക് രൂപത്തിൽ, മിൻ റബ്ബിർ റഹീം കാരുണ്യവാനായ രക്ഷിതാവിങ്കൽ നിന്ന്. സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം കാരുണികനായ രക്ഷിതാവിൽ നിന്ന് വാക്ക് രൂപത്തിൽ തന്നെ അവർക്ക് സമാധാനം ലഭിക്കുന്നതാണ്. വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വംതാദുൽ യൗമ ഇന്നത്തെ ദിവസം നിങ്ങൾ വേർതിരിഞ്ഞ് നിൽക്കണം. അയ്യുഹൽ മുജ്രിമൂൻ കുറ്റവാളികളെ. വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ കുറ്റവാളികളെ, ഇന്നത്തെ ദിവസം നിങ്ങൾ വേർതിരിഞ്ഞ് നിൽക്കുക. അലം അഹ്ദി ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അലം ഔഹദി ഇലൈക്കും നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ, കൽപ്പന നൽകിയിരുന്നില്ലേ? യാ ബനി ആദമ ആദമിൻ്റെ സന്തതികളെ, അല്ലാ തഅ്ബുദു ശൈത്വാൻ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, അനുസരിക്കരുത് എന്ന്. ഇന്നഹു നിശ്ചയം പിശാച് ലക്കും അദുവ്വും മുബീൻ അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രു തന്നെയാണ്. മനുഷ്യരെ നിങ്ങൾക്ക് നാം ആജ്ഞ നൽകിയിട്ടില്ലേ,
നിങ്ങൾ പിശാചിനെ അനുസരിക്കരുത്, തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന്. വഅനിബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. വഅനിബുദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. ഹദാ സിറാത്തും മുസ്തഖീം, അതാണ് ചൊവ്വായ മാർഗം എന്നും ഞാൻ നിങ്ങൾക്ക് ആജ്ഞ നൽകിയിട്ടില്ലേ? നിങ്ങൾ എന്നെ ആരാധിക്കണം, അതാണ് ചൊവ്വായ മാർഗമെന്നും ഞാൻ നിങ്ങൾക്ക് ആജ്ഞ നൽകിയിട്ടില്ലേ എന്നാണ് വഅനിബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം എന്ന ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.